നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങൾ. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആര്? 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആര്? വിക്രം മിശ്രി. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ. ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ. റവന്യൂ സെക്രട്ടറി അരവിന്ദ് ശ്രീവാസ്തവ. ഇന്ത്യയുടെ റവന്യൂ സെക്രട്ടറി വരുന്നത് അരവിന്ദ് ശ്രീവാസ്തവ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായ വ്യക്തി നിധി തിവാരി. 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായ വ്യക്തി നിധി തിവാരി. നിലവിലെ BCCI പ്രസിഡന്റ് റോജർ ബെന്നി. നിലവിലെ BCCI പ്രസിഡന്റ് റോജർ ബെന്നി. BCCI ബോർഡ് ഓഫ് കൺട്രോൾ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ പ്രസിഡന്റ് റോജർ ബെന്നി. BCCIയുടെ പ്രസിഡന്റ് റോജർ ബെന്നി. സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ. ആസാം ക്രിക്കറ്റ് താരം. തൊട്ടു മുൻപ് BCCIയുടെ സെക്രട്ടറി ആയിരുന്നത് ജയ്ഷാ. BCCI നിലവിൽ വന്നത് 1928 ഡിസംബർ 1. BCCI നിലവിൽ വന്നത് 1928 ഡിസംബർ 1. ആസ്ഥാനം മുംബൈ. BCCIയുടെ ആസ്ഥാനം മുംബൈ. ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം പരിശീലകൻ ഗൗതം ഗംഭീർ. 2024 മുതൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം പരിശീലകൻ ഗൗതം ഗംഭീർ. മുൻപ് രാഹുൽ ദ്രാവിഡ്. ഇന്ത്യയുടെ ഏകദിന ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. T20 ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ഏകദിന ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ടെസ്റ്റ് ടീം ശുഭ്മാൻ ഗിൽ. T20 ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. വനിതാ ക്രിക്കറ്റ് ടീം പരിശീലകൻ അമോൽ മുസൂംദാർ. 2023 മുതൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. OD T20. വനിതാ ക്രിക്കറ്റ് ടീം പരിശീലകൻ അമോൽ മുസൂംദാർ. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്. കോച്ച് ക്രെയ്ഗ് ഫുൾട്ടൺ. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്. ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രി. കോച്ച് മനോലോ മാർക്സ്. ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രി. കോച്ച് മനോലോ മാർക്സ്. നിലവിലെ ഇന്ത്യൻ UPSC ചെയർമാൻ അജയ് കുമാർ. നിലവിലെ ഇന്ത്യൻ UPSC ചെയർമാൻ അജയ് കുമാർ. ഉത്തർപ്രദേശ് സ്വദേശി. കേരള കേഡറിൽ നിന്ന് 1985 IAS ബാച്ച്. മുൻ പ്രതിരോധ സെക്രട്ടറി. 2019 മുതൽ 22 വരെ പ്രതിരോധ സെക്രട്ടറി. നിലവിലെ UPSC ചെയർമാൻ അജയ് കുമാർ. കേരള PSC ചെയർമാൻ MR ബൈജു. നിലവിലെ കേരള PSC ചെയർമാൻ MR ബൈജു. UGC ചെയർമാൻ വിനീത് ജോഷി. UGC ചെയർമാൻ വിനീത് ജോഷി. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ KN ശാന്തകുമാർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ KN ശാന്തകുമാർ. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ 16ാമത് അരവിന്ദ് പനഗരിയ. 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. 15ാമത് നന്ദകിഷോർ സിംഗ്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951 നവംബർ 22. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951 നവംബർ 22. ആദ്യ അധ്യക്ഷൻ KC നിയോഗി.
നിലവിലെ അധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ KC നിയോഗി. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951 നവംബർ 22. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി VP മേനോൻ. രണ്ടാമത്തെ അധ്യക്ഷൻ K സന്താനം. ആകെ അംഗങ്ങൾ 5. ചെയർമാൻ, അധ്യക്ഷൻ +4 അംഗങ്ങൾ. കാലാവധി 5 വർഷം. നിയമനം, നീക്കം ചെയ്യൽ, രാജിക്കത്ത്, റിപ്പോർട്ട് രാഷ്ട്രപതി. നിയമനം, നീക്കം ചെയ്യൽ, രാജിക്കത്ത്, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക്. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം ജവഹർ വ്യാപാർ ഭവൻ, ടോൾസ്റ്റോയ് മാർഗ്, ന്യൂഡൽഹി. ആർട്ടിക്കിൾ 280 ക്യോസി ജുഡീഷ്യൽ സ്ഥാപനമാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. നിലവിലെ അധ്യക്ഷൻ KN ഹരിലാൽ. 7ാമത് അധ്യക്ഷൻ KN ഹരിലാൽ. 6ാമത് SM വിജയാനന്ദ്. ആർട്ടിക്കിൾ 243I മുതൽ 243Y വരെ. നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. ആകെ അംഗങ്ങൾ 3. 7ാമത് അധ്യക്ഷൻ KN ഹരിലാൽ. പ്രഥമ അധ്യക്ഷൻ PM എബ്രഹാം. കേരള ധനകാര്യ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ PM എബ്രഹാം. നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്രമോദി. വൈസ് ചെയർമാൻ സുമൻ ബെറി. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറി. 3ാമത് വൈസ് ചെയർമാൻ ആദ്യം അരവിന്ദ് പനഗരിയ, 2ാമത് രാജീവ് കുമാർ. നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ, നിലവിലെ സുമൻ ബെറി, 2ാമത്തേത് രാജീവ് കുമാർ. നീതി ആയോഗിന്റെ നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. 4ാമത്തേതാണ് BVR സുബ്രഹ്മണ്യം. ആദ്യം സിന്ധുശ്രീ ഗുള്ളാർ, 2ാമത് അമിതാഭ് കാന്ത്, 3ാമത് പരമേശ്വര അയ്യർ. നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. നിലവിലെ ചെയർമാൻ പിണറായി വിജയൻ. വൈസ് ചെയർമാൻ VK രാമചന്ദ്രൻ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് 1967 സെപ്റ്റംബറിൽ. ആസ്ഥാനം പട്ടം, തിരുവനന്തപുരം. ആദ്യ ചെയർമാൻ EMS. നിലവിലെ ചെയർമാൻ പിണറായി വിജയൻ. ആദ്യ ചെയർമാൻ EMS. ആദ്യ വൈസ് ചെയർമാൻ MK ഹമീദ്. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ 26ാമത് ജ്ഞാനേഷ് കുമാർ. നിലവിലെ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ഉത്തർപ്രദേശ് സ്വദേശി. 2025 ഫെബ്രുവരി 19 മുതൽ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. 1988 ബാച്ച് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറാണ്. ഇന്ത്യയുടെ പാർലമെന്ററി കാര്യ സെക്രട്ടറി ആയിരുന്നു. 2021 മുതൽ 22 വരെ ഇന്ത്യയുടെ പാർലമെന്ററി കാര്യ സെക്രട്ടറി ആയിരുന്നു. 2024 ജനുവരി 31 അദ്ദേഹം ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു. 2022 മുതൽ 24 കാലയളവിൽ 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു. നിലവിലെ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. 2024 മാർച്ച് 14 മുതൽ 2025 ഫെബ്രുവരി 18 വരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു. 25ാമത് രാജീവ് കുമാർ. 25ാമത് കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ സുഖ്ബീർ സിംഗ് സന്ധു, വിവേക്. ഇന്ത്യയുടെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. ആദ്യ വനിത VS രമാദേവി.
ആദ്യ മലയാളി TN ശേഷൻ. ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. ആദ്യ വനിത VS രമാദേവി. മലയാളി TN ശേഷൻ. നിലവിലെ കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഗേൽക്കർ. ആർട്ടിക്കിൾ 243K പ്രകാരമാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരള സംസ്ഥാനത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ജയതിലക്. കാലാവധി 2026 ജൂൺ വരെ. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥൻ. തൊട്ടു മുൻപ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ് ആയിരുന്നു. 50ാമത്തെ ചീഫ് സെക്രട്ടറി ജയതിലക്. തൊട്ടു മുൻപ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ് ആയിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി. കേരളത്തിൻ്റെ ആദ്യ ചീഫ് സെക്രട്ടറി NES രാഘവാചാരി. 49ാമത്. തൊട്ടു മുൻപുള്ളത് ശാരദാ മുരളീധരൻ. ആദ്യത്തേത് NES രാഘവനാചാരി. ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ജയതിലക്. നിലവിലെ നബാർഡിൻ്റെ ചെയർമാൻ KV ഷാജി. നിലവിലെ നബാർഡിൻ്റെ ചെയർമാൻ KV ഷാജി. നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നിലവിൽ വന്നത് 1982 ജൂലൈ 12. ആസ്ഥാനം മുംബൈ. നബാർഡിൻ്റെ രൂപീകരണ ശുപാർശ B ശിവരാമൻ കമ്മിറ്റി. ചെറുകിട വായ്പകളുടെ നിയന്ത്രികൻ കാർഷിക വായ്പകളുടെ നിയന്ത്രികൻ ആവശ്യമായ ഫണ്ട് നൽകുന്നത് RBIയും ലോകബാങ്കും. ചെറുകിട വായ്പകളുടെ നിയന്ത്രികൻ കാർഷിക വായ്പകളുടെ നിയന്ത്രികൻ ആവശ്യമായ ഫണ്ട് നൽകുന്നത് RBI ലോകബാങ്ക്. നിലവിലെ LIC ചെയർമാൻ സിദ്ധാർത്ഥ മൊഹാന്തി. നിലവിലെ LIC ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തി. നിലവിലെ SBI ചെയർമാൻ ചള്ള ശ്രീനിവാസലു സെറ്റി. നിലവിലെ സെബി ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡ. IRDAI ചെയർമാൻ ദേബശിഷ് പാണ്ഡ. നിലവിലെ CBI ഡയറക്ടർ പ്രവീൺ സൂദ്. റോ ഡയറക്ടർ രവി സിൻഹ. DRDO ചെയർമാൻ സമീർ V കാമത്ത്. നിലവിലെ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. അറ്റോർണി ജനറൽ 16ാമത് അറ്റോർണി ജനറലാണ് R വെങ്കട്ടരമണി. 2022 ഒക്ടോബർ 1 മുതൽ. 15ാമത് KK വേണുഗോപാൽ. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ MC സെതൽവാദ്. ഭരണഘടനയിൽ അറ്റോർണി ജനറൽ വരുന്നത് ആർട്ടിക്കിൾ 76 ഭാഗം 5. ഇന്ത്യയുടെ പ്രഥമ നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ. നിയമിക്കുന്നത് രാഷ്ട്രപതി. യോഗ്യത സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യതകൾ. നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ആദ്യം CK ദഫ്താരി. ഇന്ത്യയിലെ 2ാമത്തെ നിയമ ഉദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ. കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ്. നിലവിലെ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ്. ആർട്ടിക്കിൾ 165. ഇന്ത്യയുടെ ലോക്പാൽ AM ഖാൻ വിൽക്കാർ. അജയ് മാണിക് റാവു ഖാൻ വിൽക്കർ. ഇന്ത്യയുടെ ലോക്പാൽ. നിലവിലെ ഇന്ത്യയുടെ ലോക്പാൽ ഖാൻ വിൽക്കർ. ആദ്യത്തെ ലോക്പാൽ ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ്. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ്. കേരളത്തിലെ ലോകായുക്ത N അനിൽകുമാർ. കേരളത്തിലെ ലോകായുക്ത N അനിൽകുമാർ. ആദ്യത്തേത് PC ബാലകൃഷ്ണ മേനോൻ. നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ V രാമസുബ്രഹ്മണ്യൻ. നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ V രാമസുബ്രഹ്മണ്യൻ. തൊട്ടു മുൻപ് അരുൺ കുമാർ മിശ്ര.
ആദ്യത്തേത് രംഗനാഥ മിശ്ര. ആദ്യത്തെ മലയാളി KG ബാലകൃഷ്ണൻ. 6ാമത് നിലവിലെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ V രാമസുബ്രഹ്മണ്യൻ. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. ആദ്യത്തേത് MM പരീത് പിള്ള. പുതിയതായി അംഗമായത് V ഗീത. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്.